അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ പരമാവധി നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കട്ടെ. ഏതാനും ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുകയാണ്. കേരളം മന്ത്രവാദത്തിൻ്റെയും ആത്മീയ ചൂഷണത്തിൻ്റെയും വേദിയായി മാറിക്കഴിഞ്ഞു. മന്ത്രവാദത്തിൻ്റെ പേരും പറഞ്ഞ് ആത്മീയ ചൂഷണത്തിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് പേര് നമ്മിൽ നിന്ന് വിട പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിൽ ഒട്ടുമിക്ക കൊലപാതകങ്ങളും നടക്കുന്നതൊക്കെ ഈ മന്ത്രവാദത്തിൻ്റെ പേരിലാണ്. അതേത് മതത്തിൻ്റെ പേരിലാണെങ്കിലും മന്ത്രവാദമാണ് അതിൻ്റെ പുറകിലുള്ളത്. എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുതാര്യമാണ്, ലളിതമാണ്. ഇസ്ലാം ആത്മീയ ചൂഷണത്തിൻ്റെ മതമല്ല. ഒരാളെയും ചൂഷണം ചെയ്ത് സമ്പാദിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. മതപുരോഹിതന്മാർ അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും അവർ തിന്നുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. തീർച്ചയായും ഇന്ന് കേരളത്തിൽ ഒരുപാട് തങ്ങന്മാരും ഒരുപാട് മുസ്ലിയാക്കന്മാരും പരിശുദ്ധ ഖുർആൻ വെച്ച് തിന്നുന്ന സാഹചര്യം. ഖുർആൻ വെച്ച് തിന്നുക, അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്, പ്രവാചകന്റെ പേരും പറഞ്ഞുകൊണ്ട്, സ്വഹാബത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഇവർ തന്നെ എഴുതിയുണ്ടാക്കി. ഒരുപാട് സ്വലാത്തുകൾ ഇവർ തന്നെ സ്വമേധയാ സൃഷ്ടിച്ച് ഇവർ തന്നെ ലഘുലേഖകൾ അടിച്ചിറക്കി ജനങ്ങളിലേക്ക് പബ്ലിസിറ്റി ചെയ്ത്, എന്നിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇത്ര മഹത്വമുണ്ട്, ഇതാണ് സ്വലാത്ത്, ഇതാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സ്വലാത്ത് മജലിസുകളും ദിക്ർ മജലിസുകളും പ്രാർത്ഥനാ സമ്മേളനങ്ങളും ഒക്കെ നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യാണ്. പരിശുദ്ധ ഖുർആനിലെ കണ്ണെന്ന് കണ്ടാൽ ആ ആയത്തെടുക്കുകയും കാലെന്ന് കണ്ടാൽ ആ ആയത്തെടുക്കുകയും ഹൃദയം എന്ന് കണ്ടാൽ ആ ആയത്തെടുക്കുകയും അങ്ങനെ സന്ദർഭോചിതമായി ഖുർആന്റെ പല ഭാഗത്തു നിന്നും അടർത്തിയെടുത്ത് അതെല്ലാം ഊതാനും എഴുതാനും കഴുത്തിൽ കെട്ടാനും അരയിൽ കെട്ടാനും ഒക്കെ ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ എന്ത് ചെയ്യുക, ചൂഷണം ചെയ്യുക. പല തങ്ങന്മാരും ഇന്ന് ആത്മീയ ചൂഷണ രംഗത്ത് വളരെ സജീവമാണ്. പലരും തങ്ങളെന്നാണ് പേര് പറഞ്ഞുകൊണ്ട്, കാരണം തങ്ങൾ ഇങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുകയാണ്, അവരിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോയ എന്നുള്ള പേരിനെ ആക്ഷേപിക്കല്ല, അങ്ങനെ ഈ തങ്ങന്മാരുടെ ഒക്കെ അവസാനം കുറെ കോയ എന്നുള്ള പേരിട്ടിട്ടാണ് കുറെ ആൾക്കാർ വലിയ മഹാന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ പല മാധ്യമങ്ങളും അവർ ഉപയോഗിക്കും. എല്ലാം ഇസ്ലാമിൻ്റെ മേത്താണ് വരവ് വെക്കുന്നത്. ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇതാണോ ഇസ്ലാം, ഇസ്ലാം എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും അറിയാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഇവരുടെ ചൂതാട്ടത്തിൽ പെട്ടുപോവുകയാണ്. ഇവരുടെ ആത്മീയ ചൂഷണത്തിൽ പങ്കാളികളാകാണ് അവരൊക്കെ. നിരപരാധികളാണ് ജനങ്ങളെ. പക്ഷേ ഇങ്ങനെയുള്ള ജനങ്ങളുടെ ചെറിയ ചെറിയ ന്യൂനതകൾ കണ്ടുപിടിച്ച് അത് പരിഹരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കളരിത്തൊടി ഉസ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്രത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ പരസ്യങ്ങൾ കാണാം. അതായത് വിവാഹ തടസ്സം, അതേപോലത്തെ കുടുംബ കലഹം, അതേപോലെ വശീകരണ യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ മതത്തിലും ഇങ്ങനെ ഉണ്ട്. നമ്മൾ മറ്റുള്ള മതത്തിനെ ഇപ്പോൾ ഒന്നും ചോദ്യം ചെയ്യണില്ല, കാരണം നമ്മുടെ മതത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ചൂഷണം ചെയ്ത് നടക്കുന്നത്. അത് അവസാനിപ്പിച്ചിട്ട് മതിയല്ലോ മറ്റുള്ളവരെ കുറ്റം പറയല്. പക്ഷേ നമ്മുടെ മതത്തിൽ തന്നെ ഒരുപാട് തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ഖുർആൻ വെച്ചിട്ടും സ്വലാത്ത് വെച്ചിട്ടും ഒക്കെ തിന്നുകയാണ്. അപ്പോൾ കുറേ കാലങ്ങളൊക്കെ അവർ ദുആ മജ്‌ലിസൊക്കെ സംഘടിപ്പിക്കും. ഇപ്പോൾ കൊറോണ എത്തിയപ്പോൾ എല്ലാവരും ഓൺലൈനിൽ കയറി. അത് നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ഓൺലൈനിലാണ് എല്ലാവരും നടത്തുന്നത്. ഒരുപാട് തങ്ങന്മാർ. അതിന് ഇസ്ലാമിൻ്റെ പിന്തുണയല്ല. ഇവർ ചെയ്യുന്ന ഈ തോന്നിവാസത്തിനും ഈ മന്ത്രവാദത്തിനും ആത്മീയ ചൂഷണത്തിനും ഒന്നും ഇസ്ലാമിൻ്റെ പിന്തുണയല്ല. മുസ്ലിയാക്കന്മാരെ പിന്തുണ ഉണ്ടാകും, തങ്ങന്മാരെ പിന്തുണ ഉണ്ടാകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാർ. കുറേ ആൾക്കാർ വാസ്തുശാസ്ത്രമായിട്ട് നടക്കുക. വീട് പൊളിക്കുന്ന പണി അവർക്ക് പൊളിക്കാനേ അറിയുള്ളൂ. ഒരാളെ വീട് വെക്കാൻ സഹായിക്കാൻ അറിയില്ല. അവർക്ക് വീട് പൊളിക്കുക, കക്കൂസ് അവിടെ വന്നു, അടുപ്പ് ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ വീടുകൾ ഒരുപാട് പ്രയാസപ്പെട്ട് വിദേശത്തൊക്കെ പോയി ജോലിയെടുത്ത് സമ്പാദിച്ച് കൊണ്ടുവന്ന് ഒരുപാട് പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വീടുണ്ടാക്കി ആ വീട് പൊളിച്ച് കളയുന്ന ഒരുപാട് തങ്ങന്മാരുണ്ട്, ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട്. അതേപോലെ തന്നെയാണ് ആത്മീയ ചൂഷണത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എത്രയോ കൊലപാതകങ്ങൾ നടന്നു. എല്ലാം ഈ മന്ത്രവാദത്തിൻ്റെ പേരിൽ പോയി തലവെച്ച് കൊടുക്കുകയാണ്. കൂടുതൽ നമ്മുടെ സഹോദരിമാരാണ് ഇതിന് ഇരകളാകുന്നത്. കാരണം അവരാണ് ഇതിലൊക്കെ പോയി പെട്ടെന്ന് തലയിൽ പെടുക. ഈ മുസ്ലിയാക്കന്മാരുടെ കൂട്ടപ്രാർത്ഥനയും കൂട്ടമജലിസും കൂട്ടസ്വലാത്തും എല്ലാം ചൊല്ലുമ്പോൾ അതിലങ്ങോട്ട് പെട്ടുപോവുകയാണ്. പിന്നെ ആ വലയിൽ പെട്ടാൽ പിന്നെ രക്ഷപ്പെടാൻ യാതൊരു മാർഗമില്ല. ഇതാണ് അവസ്ഥ. അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. ദിക്ർ ചൊല്ലണ്ട എന്നോ സ്വലാത്ത് ചൊല്ലണ്ട എന്നോ ദുആ ചെയ്യണ്ടെന്ന് ഒന്നും ഇതിൽ അർത്ഥമല്ല. സ്വലാത്ത് ചൊല്ലണം, ദിക്ർ ചൊല്ലണം, അതൊക്കെ വർദ്ധിപ്പിക്കണം, അള്ളാഹുലേക്ക് അടുക്കണം, അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യം. പക്ഷെ ഇത് വിറ്റ് തിന്നുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പം അത് ചൂഷണമാണ്.
അങ്ങനെ ആത്മീയ ചൂഷണം നടത്തി ജീവിക്കുന്നവരാണ് പലരും ഇന്ന്. പലരും വീട് വിലക്കാനും അതിർത്തി വിലക്കാനും അതേപോലെ മന്ത്രവാദം ചെയ്യാനും കുപ്പി കുഴിച്ചിടാനും അടക്കം വെക്കാനും ഷെയ്ത്താനിട്ടെന്ന് പറഞ്ഞിട്ട് 21 ദിവസം അടുപ്പിൽ തീ കത്തിച്ചിട്ട് അത് ഇത്ര ദിവസം അടക്കം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തന്ത്രങ്ങൾ, അതൊക്കെ മെനഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഓൺലൈനിലൊന്ന് നോക്കിക്കഴിഞ്ഞാലോ, യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലൈവായിട്ട് തന്നെ ദുആ മജ്ലിസ്. ഇപ്പം അടുത്ത കാലത്ത് ഹജ്ജിനെന്നും പറഞ്ഞ് ഒരു അബ്ദുൽ സമദ് തങ്ങൾ പോകുകയുണ്ടായി. ഞാൻ അതിനെപ്പറ്റി വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ സമദ് തങ്ങൾ ഇന്ന് എവിടെ എത്തി? ഇന്ന് സ്വലാത്ത് മജ്ലിസ് നടത്തുകയാണ്. എല്ലാവർക്കും അറിയാം ഇത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. കാരണം പണിയെടുക്കണ്ട, കൃത്യമായിട്ട് വീട്ടിലിരിക്കുക. ഇങ്ങനെ പറഞ്ഞു വിട്ട് പറഞ്ഞ് കുറേ ആൾക്കാർ കേൾക്കും, ദുആ ചെയ്യിപ്പിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്താൽ അങ്ങനെയൊക്കെ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ കൃത്യമായി ഇസ്ലാം പഠിക്കണം. ഇസ്ലാം ഇങ്ങനെ അനാവശ്യമായ രൂപത്തിൽ പണം സമ്പാദിക്കാനോ പണം ചെലവഴിക്കാനോ പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ഹക്കും പാത്രവും ഇല്ലാതെ അന്യന്റെ മുതൽ തിന്നുന്ന ഒരു സമ്പ്രദായമാണ്. അങ്ങനെ തിന്ന് പഠിച്ചവർക്ക് പിന്നെ അത് നിർത്താൻ പറ്റൂല. നോക്ക് നിങ്ങൾ, ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരാണ് അദ്ദേഹം, എന്താണ് അദ്ദേഹത്തിന്റെ ചൂഷണം എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. ഇത് നൂറെ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ്. അള്ളാഹു ഒരുപാട് ഞാമത്ത് തന്നൊരു മുറ്റാണിത്. ഇത് കണ്ടോ നിങ്ങൾ? കൊടിമരം, ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. അതിപ്പോ ഇത് ഇത് പറയാൻ പോവാണ്. ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും. അങ്ങനെ ഞാനിവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളിന്റെ വീടിന്റെ മുറ്റത്തുണ്ടാവും. അങ്ങനെ ഞാൻ മണിക്കൂറിൽ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. രണ്ട് കാക്കകള്. നമ്മളതെന്തില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും എന്താണ് ഇത് കരയാണ്. സംഭവം എന്താണെന്നില്ല, നമുക്ക് മനസ്സിലായില്ല. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാനാണ്, ഒരു നിഅമത്താണ്. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല. കുറെ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് തൊടുകയാണ്. തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട്. ഇത് നൂറെ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ്. അള്ളാഹു ഒരുപാട് ഞാമത്ത് തന്നൊരു മുറ്റാണിത്. ഇത് കണ്ടോ നിങ്ങൾ? കൊടിമരം, ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. അതിപ്പോ ഇത് ഇത് പറയാൻ പോവാണ്. ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും. അങ്ങനെ ഞാനിവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളിന്റെ വീടിന്റെ മുറ്റത്തുണ്ടാവും. അങ്ങനെ ഞാൻ മണിക്കൂറിൽ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന തങ്ങന്മാരിൽ വളരെ ശിശുവാണ് ഇദ്ദേഹം. ഇതിന്റെ അപ്പുറത്തേക്ക് വലിയ വലിയ കൊള്ളസംഘങ്ങൾ വേറെ ഉണ്ട്. കൊള്ളസംഘങ്ങളായ മുസ്ലിയാക്കന്മാരുണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൺലൈനിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ചേക്കേറിയിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ലാഭമാണ്. കാരണം നാട്ടിലാകുമ്പോൾ പണിയെടുക്കേണ്ടത്, ഇതാവുമ്പോൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പടച്ചു വിട്ടാൽ മതിയല്ലോ. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാ, അതോടൊപ്പം തന്നെ ഖുർആന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിലാണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൊടിമരം ഈ അടുത്ത കാലത്ത് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ കൊടിമരം ഇങ്ങനെ തവാഫ് ചെയ്യുകയാണെങ്കിൽ 10 വർഷത്തെ ഹജ്ജ് ചെയ്ത കൂലി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മുസ്ലിയാക്കന്മാർ ഓഫറായിട്ട് നടന്ന നൗഷാദ് ഹസനെ പോലെയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ കൊടിമരം ഉണ്ടാക്കുക. അപ്പൊ ഈ ചങ്ങാതിയും കൊടിമരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ കാക്ക വന്നിരുന്നപ്പോ ഇയാളൊരു കാക്ക, അതിന്റെ പുറകിൽ കുറെ കാക്കന്മാര്. എന്നിട്ടോ അവിടെ സ്ത്രീകള് പിന്നെ ഹൈലിന്റെ സമയത്ത് കയറി ചെന്ന് അതുമ്പോ പിടിച്ചത് കൊണ്ട് ആ കാക്ക വന്ന് കരഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അന്ധവിശ്വാസങ്ങളെ പടച്ചു വിടാം. ഇതിനൊക്കെ കാരണക്കാര് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കേണ്ടതും ബോധം വരേണ്ടതും സഹോദരിമാർക്കാണ്. സഹോദരിമാരാണ് കൂടുതൽ എന്തെങ്കിലുമൊക്കെ വല്ല ഭർത്താവ് ഗൾഫിൽ പോകുമ്പോൾ, ജോലി തടസ്സം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വല്ല മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ദൗർബല്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്ന ഈ മുസ്ലിയാക്കന്മാരെ തങ്ങന്മാരെ എടുത്താ പോണത്.
ഇപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട്, നോക്ക് നിങ്ങൾ, അയാളെ ഞാൻ ഒരു വീഡിയോ കൂടി കാണിക്കാം. അപ്പൊ ഇയാൾ മാത്രമൊന്നല്ല കേട്ടോ, ഇതുപോലെ എത്രയോ തങ്ങന്മാരുണ്ട്. ഞാനതൊരു പേരിന് കാണിച്ചതാണ്. ഇതൊരു ഇയാളൊക്കെ വളരെ ശിശുവാണ് ഈ വിഷയത്തിൽ. ഇപ്പൊ അടുത്ത കാലത്ത് പൊട്ടിമുളച്ചത്. അയാൾ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാളായിരുന്നു. കാരണം ഇപ്പൊ തങ്ങന്മാർക്ക് എന്ന് പറയുമ്പോൾ ആ പേരങ്ങോട് കൊടുത്താൽ മതിയല്ലോ. ഇതിപ്പോ ആരാണ് എന്താണെന്നുള്ള കാര്യം. കാരണം തങ്ങൾ എന്ന് പറഞ്ഞ ഈ പരിപാടി ഉണ്ടല്ലോ, അതന്നെ ഇസ്ലാമിൽ ഇപ്പൊ ഇങ്ങനെ പെരുകൊണ്ടേയിരിക്കുക. കണ്ടവരും കേട്ടവരും വഴി പോകുന്നവരും നടന്നു പോകുന്നവരും വണ്ടി ഓടിക്കുന്നവരും എല്ലാവരും തങ്ങന്മാരായിട്ട് മാറി. ഈ ആന്ത്രോത്ത് പറഞ്ഞ ദ്വീപുണ്ട്, അവിടെ നിന്ന് ഇതിങ്ങനെ മുളച്ചു പോകുന്ന സ്ഥലമാണ് അവിടെ. അതാര്? തങ്ങന്മാര്. അങ്ങനെ എന്നാൽ ഈ ചൂഷണം ചെയ്യാത്ത തങ്ങന്മാരും ഉണ്ട്. നമ്മളെല്ലാവരും കുറ്റം പറയണില്ല. ചില സത്യം പഠിച്ച് മനസ്സിലാക്കി കുറെ തങ്ങന്മാര് ഈ പണിയൊന്നുമില്ല, അവർ കൃത്യമായി തൗഹീദിലേക്ക് മടങ്ങി വന്ന ഒരുപാട് പിന്നെ ഈ ചൂഷണ മാർഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വന്ന തങ്ങന്മാർ വേറെ നിരവധി ഉണ്ട്. നമ്മളെല്ലാവരും പറയണില്ല. എന്നാൽ അതൊക്കെ വളരെ വിരളമായ ആൾക്കാർ മാത്രമാണ്. കൂടുതലും പേര് ഈ ചൂഷണ രംഗത്താണ്. കാരണം ഇവരുടെ വരുമാന മാർഗം ഇതൊക്കെ തന്നെയാണ്. ഏത്? സ്വലാത്തുകൾ എഴുതി ഉണ്ടാക്കുക. എത്രയോ സ്വലാത്തുകളാണെന്ന് അറിയോ? അയലമു സ്വലാത്ത്, താജു സ്വലാത്ത്, കഞ്ചുൽ അർഷ്, അങ്ങനെയുള്ള ഒരുപാട് നാരിയ സ്വലാത്ത്, ഇങ്ങനെയുള്ള കുറേ സ്വലാത്തുകൾ എന്ത് ചെയ്യുക, ഇവർ തന്നെ സ്വമേധയെ എഴുതി ഉണ്ടാക്കിയിട്ട് പ്രത്യേകമായിട്ട് പേരും കൊടുത്തിട്ട് ഇവർ ആൾക്കാരെ ഇങ്ങനെ വിളിച്ചു കൂട്ടുകയാണ്. ഇയാൾ നടത്തുന്ന സ്വലാത്താവില്ല അപ്പുറത്തെ ആളെ സ്വലാത്ത്, വേറെ തങ്ങൾക്ക് വേറെ സ്വലാത്ത്, വേറെ മുസ്ലിങ്ങൾക്ക് വേറെ, ഇവരിന്ന് എഴുതി ഉണ്ടാക്കുകയാണേ സ്വലാത്തുകളെ. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ മേത്ത് ഇവരൊക്കെ ഇങ്ങനെ വരവ് വെച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. സമ്പാദിക്കുകയാണ്, പണം സമ്പാദിക്കണം. നാളെ റബ്ബ് ചോദിക്കും എങ്ങനെ പൈസ ഉണ്ടാക്കി, എന്ന് ചോദിച്ചാൽ ഇതേ രൂപത്തിലുള്ള ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മറുപടി അല്ലല്ലോ. നോക്ക് നിങ്ങൾ, ഇപ്പൊ ഇയാൾ കൊടിമരം വെച്ചിട്ട് ഇയാൾ ചൂഷണം ചെയ്യാണ്. അപ്പൊ സ്ത്രീകളാണ് ഇതിന് കൃത്യമായിട്ട് ബോധവതികളാകേണ്ടത്. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ തങ്ങന്മാരുടെ അടുത്തേക്കും മുസ്ലിക്കന്മാരുടെ അടുത്തേക്കും പോകുന്ന പണി നിങ്ങൾ നിർത്തണം. എന്നിട്ട് റബ്ബിനോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക, കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുക, അള്ളാഹു റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചൊല്ലുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ തന്നെ ഒരു മുസീബത്തും ഒരു ശൈത്താൻ നമുക്ക് വരൂല. അള്ളാഹു ഒരു കാര്യം തരാൻ തീരുമാനിച്ചാൽ അത് മാറ്റി തരാൻ ഒരു തങ്ങളെ കൊണ്ടും കഴിയില്ല, ഒരു മുസ്ലിക്കന്മാരെ കൊണ്ടും കഴിയില്ല. അതൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അതൊക്കെ. അള്ളാഹുമല മാനി അലി മഹത്തയിത്ത വല മുഹത്തി അലിമ മനകത്ത. അള്ളാഹു തരാൻ തീരുമാനിച്ചതോ ഒരാളെ കൊണ്ട് തട്ടാനും പറ്റൂല, തരില്ല എന്ന് പറഞ്ഞതോ ഒരു മുസ്ലിയാക്കന്മാരെ കൊണ്ട് വാങ്ങിത്തരാനും കഴിയില്ല. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഈ മുസ്ലിയാക്കന്മാർ തങ്ങന്മാരും ചൂഷണം ചെയ്യാൻ വേണ്ടി വലവീശി കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുകയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും പെങ്ങന്മാരോടും ഒക്കെ കൃത്യമായിട്ട് ഉണർത്താനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ചിന്തിക്കാനും ബുദ്ധിയോ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. നോക്ക്, നിങ്ങളെപ്പോലെയുള്ളൊരു കൂട്ടമാണ് ഈ തങ്ങന്മാർക്ക് വളക്കൂറ് എന്നുള്ള കാര്യം ഈ തങ്ങന്മാരെ തുറന്നു സമ്മതിക്കുന്ന കാര്യമാണ്. ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചത്, ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. എല്ലാ വിഷമങ്ങളും മാറ്റി തീർത്ത് അള്ളാഹു എനിക്ക് തന്ന നേമത്താണ് ഈ ജനക്കൂട്ടം. ഇത് 4 വർഷമായി. ജീവിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച ഹലാലായ തൊഴിലുകളുണ്ട്. എല്ലാവരും ഇങ്ങനെ തങ്ങന്മാരെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? അള്ളാഹു കൊടുത്ത നേമത്താണ് ഈ ജനക്കൂട്ടം. 4 വർഷമായി തിന്നാൻ തുടങ്ങിയിട്ട്. ഈ ജനങ്ങളെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കുറെ തങ്ങന്മാരും കുറെ മുസ്ലിയാക്കന്മാരൊക്കെ ജീവിച്ചു പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും സഹോദരിമാരാണ്. കാരണം ഇവരെ വെച്ചിട്ടാണ് ചൂഷണം. അവരെ കമ്മലും അവരെ ആഭരണങ്ങളൊക്കെ ബക്കറ്റിലേക്ക് വീഴണം. ഇല്ലാത്ത കറാമത്തുകളും കള്ളക്കഥകളും പ്രചരിപ്പിച്ചിട്ട് ഇവർ വലിയ മഹാനാണെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിച്ച് ആ രൂപത്തിൽ തൊടാനും തലോടാനും മുത്താനും കെട്ടിപ്പിടിക്കാനും ഒക്കെ നിന്നിട്ട് ഇവരുടെ ഹാദിമ്യങ്ങൾ, ഇവർ വലിയ മഹാന്മാര്, വാടിയിലുള്ളവരൊക്കെ ഇവർക്ക് ഹിദ്മത്ത് ചെയ്യുക, ആ ഒരു അവസ്ഥയിലൊക്കെ ജീവിച്ചു പോകുന്ന തങ്ങന്മാരെ നിങ്ങൾക്ക് എന്തെല്ലാം മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച തൊഴിലുകളുണ്ട് ഇല്ലേ? അപ്പൊ ഇത് കൂടുതലും ബോധവതികളാകേണ്ടത് നമ്മുടെ സഹോദരിമാരാണ്. നിങ്ങളാണ് ഈ തങ്ങന്മാരെ തീറ്റിപ്പോറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കാരണം ഏറ്റവും കൂടുതൽ പൈസ ഇല്ലാത്ത മുതലാണ് ഇപ്പം ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലൊക്കെ. ജാറ വ്യവസായം, ഇതേപോലെ ദിക്ർ മജ്ലിസ് പ്രാർത്ഥനാ സംഗമങ്ങൾ ഇതൊക്കെ നടത്തുക. ഇതൊക്കെ വളരെ ശിശുവാണ്. ഇയാളൊക്കെ വളരെ കൊള്ളയടിക്കുന്നതിൽ ഏറ്റവും ചെറിയ ആളാണ്. വലിയ വലിയ വമ്പന്മാരുണ്ട്. അതൊക്കെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്നൊക്കെ പറഞ്ഞ് പാടത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ സ്വലാത്ത് മജ്ലിസൊക്കെ സംഘടിപ്പിച്ച് കൊള്ളയടിക്കുന്ന സംഘങ്ങൾ വേറെ ഉണ്ട്. ഇതൊക്കെ ശിശുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങൾ ബോധം ഉണ്ടാകണം ഈ വിഷയത്തിൽ. ഇപ്പൊ ജനങ്ങൾ കൊടുത്ത അള്ളാഹു കൊടുത്ത നിയമത്താണ് ഈ ജനക്കൂട്ടം. 4 വർഷമായി. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ആൾ തിന്നണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം. അള്ളാഹു തരാൻ തീരുമാനിച്ചത് അള്ളാഹ് തന്നിരിക്കും. അള്ള തരൂല എന്ന് പറഞ്ഞാലോ, നിങ്ങൾ എത്ര മജ്ലിസിൽ പോയിട്ട് ഈ പ്രാർത്ഥനാ മജ്ലിസിൽ പോയിട്ടും നിങ്ങൾ ഇങ്ങനെ തങ്ങന്മാരെടുത്ത് മുസ്ലിക്കന്മാരെടുത്ത് പോയിട്ടും അവരെ കൊണ്ടൊന്നും വാങ്ങിത്തരാൻ കഴിയില്ല എന്നുള്ള നല്ലൊരു ബോധത്തിലേക്ക് നിങ്ങൾ എല്ലാവരും മടങ്ങി വരണം. കാരണം ഇങ്ങനെയുള്ള ആത്മീയ ചൂഷകർ പെരുകുമ്പോൾ
നമ്മുടെ നാടിനെ മൊത്തം ഇവരെ കൊണ്ട് ചൂഷണം ചെയ്ത് നാടിനെ മൊത്തം ആപത്താണ് ഇങ്ങനെ വളർന്നു വരുന്നത് തന്നെ. അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കണം. ഈ ആത്മീയ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ പരിപാടികളൊക്കെ നിർത്തലാക്കി കൃത്യമായി ദീനിൻ്റെ വിഷയങ്ങൾ, പരിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ ചര്യ അത് ജനങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.